സച്ചിൻ വള്ളിക്കാട് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സച്ചിൻ, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് വിവരങ്ങൾ എങ്ങനെ? അതായത് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സുധാകരനെയും ലക്ഷ്മിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ചെന്താമര വീടിനടുത്തുള്ള പാടത്ത് വെച്ച് തന്നെയാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരനും വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം ഈ സ്റ്റേഷന് പുറത്തുണ്ട്. വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥയിലേക്കാണ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ ജനങ്ങൾ തമ്പടിച്ചിരിക്കുന്നത്. കാരണം വലിയൊരു ജനരോക്ഷം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളായി പ്രതിയെ പിടികൂടാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം നിലനിന്നിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പ്രതിയുടെ ദൃശ്യങ്ങളാണ്. പ്രതിയെ പിടിച്ചു, ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിയെ കാണിച്ചിരിക്കുകയാണ് പോലീസ്. അതായത് മണിക്കൂറുകൾ നീണ്ട ആശങ്കക്കാണ് ഇപ്പോൾ വിരാമമിട്ടിരിക്കുന്നത്. പൂർണ്ണമായും പോലീസ് പ്രതിയെ പിടിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ആശങ്കകൾക്ക് വിരാമമിട്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായും സച്ചിൻ, പ്രതിയുടെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ 2019 പ്രതി സമാനമായ ഒരു കുറ്റകൃത്യം ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഒരു ക്രൂരകൊലപാതകം അന്നും ഈ ചെന്താമര എന്ന വ്യക്തി ചെയ്തത്. തീർച്ചയായും, കാരണം വലിയൊരു ക്രൂരത തന്നെയാണ് ഈ ചെന്താമരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 2019 അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് പാവപ്പെട്ട ഒരു സ്ത്രീയെ ആദ്യമായി കൊലപ്പെടുത്തുന്നത്. ഇത്തവണ കൊല്ലപ്പെട്ട സുകുമാരൻ്റെ ഭാര്യയായിരുന്നു 2019 സുകുമാരൻ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആ കേസിൽ ജയിലിൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യം ലഭിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. വിചാരണ തടവുകാരനായി കഴിഞ്ഞ ചെന്താമര വീണ്ടും പുറത്തേക്കിറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയൊരു ജനരോക്ഷം ഇവിടെ ഉണ്ട്. കാരണം അത്തരത്തിൽ ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധത്തിലുമുള്ള നാടകീയമായ എല്ലാവിധത്തിലുള്ള പഴുതടച്ച പരിശോധനകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നടത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ മറ്റ് മേഖലകളിലൊക്കെ പ്രതി ഉണ്ട് എന്ന രീതിയിലൊക്കെ പ്രചാരണം നടന്നിരുന്നു. എന്നാൽ പ്രതി കൃത്യമായി ഈ വീടിന് പരിസരത്തുള്ള മേഖലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 10 മണിയോട് 9:30 കൂടിയാണ് പ്രതിയെ പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ചപ്പോൾ നെന്മാറ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സ്വകാര്യ വാഹനത്തിലാണ് പോലീസ് പ്രതിയുമായി നെന്മാറ സ്റ്റേഷനിലെത്തിയത്. നിലവിൽ ആലത്തൂർ ഡിവൈഎസ്പി വ്യക്തമാക്കിയത് ഈ കൊലപാതകം നടത്തിയ വീടിന് സമീപത്തുള്ള പാടത്ത് വെച്ച് തന്നെയാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ നാടിനെ ഒന്നാകെ ആശങ്കയിൽ ആഴ്ത്തിയ ചെന്താമര എന്ന കൊടും കുറ്റവാളി ഇപ്പോൾ പോലീസിന്റെ പിടിയിൽ ആയിരിക്കുകയാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ പോലീസ് തന്നെ വ്യക്തമാക്കും. കാരണം പോലീസ് പിടികൂടി എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ പോലീസിൽ നിന്ന് ഔദ്യോഗികമായി വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല തുടർ നടപടികളെക്കുറിച്ചും പോലീസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നെന്മാറ സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ നാടിനെ നടുക്കിയ കൊടും ക്രൂരൻ ചെന്താമരൻ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്.